ഹായ് ഡിയേഴ്സ്, ട്രെൻഡിങ് ആയിട്ടുള്ള ലോട്ടസ് ഇൻവിസിബിൾ ചെയിൻ ആണ് കേട്ടോ ഇന്ന് നമ്മൾ ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിനുള്ള മെറ്റീരിയൽസ് ആണ് ഞാൻ ഈ കാണിക്കുന്നത്. അതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ടത് OHP ഷീറ്റ്. അതല്ലാന്നുണ്ടെങ്കിൽ പിള്ളേരൊക്കെ ഉള്ള വീട്ടുകളിൽ കളിപ്പാട്ടമൊക്കെ വാങ്ങിയില്ലേ, അതിൻ്റെ കവർ ഇതുപോലത്തെ പ്ലാസ്റ്റിക് കിട്ടും, അത് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ ഫസ്റ്റ് ഒരു കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ്, ഗ്രീൻ കളറ്. അപ്പോൾ അത് രണ്ട് സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പം ഞാൻ ഫസ്റ്റ് ഉണ്ടാക്കുന്ന ഒരു ലീഫിൻ്റെ ഷേപ്പിൽ ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അതിൻ്റെ നടുക്കിൽ ഇതുപോലെ വൈറ്റ് സ്റ്റോണും കൂടെ വെച്ച് കൊടുക്കുന്നു. അതുപോലെ ഞാൻ എല്ലാം ഒരു 4-5 ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് 2 ആവശ്യമുള്ളൂ, എങ്കിൽ കൂടിയും ഞാനത് ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇനി അടുത്തത് ലോട്ടസ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഫസ്റ്റ് ഒരു വൈറ്റ് സ്റ്റോൺ വെച്ച് കൊടുക്കുക, സെൻറ്ററിൽ വീണ്ടും ഒരു വൈറ്റ് സ്റ്റോൺ വയ്ക്കുക, വീണ്ടും സൈഡിൽ വയ്ക്കുക. അതുപോലെ തന്നെ താഴത്തെ പോർഷനിലും സെൻറ്ററിൽ ഗ്രീൻ കളർ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുക. അതുപോലെ തന്നെ 2 സൈഡിലും വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഓൾമോസ്റ്റ് ലോട്ടസിൻ്റെ ഒരു ഷേപ്പ് വന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ആവണമെങ്കിൽ ഇതുപോലെ 2 സൈഡിലും കൂടെ വൈറ്റ് സ്റ്റോൺ വെച്ച് കൊടുക്കുക കേട്ടോ. നിങ്ങളുടെ കയ്യിൽ വേറെ കളർ ഉണ്ടെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് വെച്ചു. അത് ഉണങ്ങാനായിട്ട് ഞാൻ മാറ്റി വെച്ചു. അപ്പോൾ ആ ഒരു ടൈമിന് ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിൽ 2 നമുക്ക് മതി. എന്നിട്ട് നമ്മൾ ഐപ്പിൻ എടുത്തിട്ടുണ്ട്. ഐപ്പിൻ എടുത്തിട്ട് അത് നന്നായിട്ട് ഇതുപോലെ വളച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു മുത്തിനെ കുങ്കുരു എന്നാണ് പറയുന്നത്. ഈ കുങ്കുരു ഇതുപോലെ ഇങ്ങനെ കോർത്ത് കൊടുക്കുക. 2 ഞാൻ ഇങ്ങനെ കൊടുത്തിട്ട് അതിങ്ങനെ നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ വെട്ടിയില്ല, അത് നന്നായിട്ട് വെട്ടി നല്ല ഷേപ്പാക്കി എടുത്ത ശേഷം അതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഇങ്ങനെ ഗം ഒട്ടിച്ച് കൊടുക്കുക. ഈ ഐപ്പിന്നിൽ കുങ്കുരു കൊടുത്തിട്ടുണ്ടല്ലോ, അത് ഇങ്ങനെ അതിലോട്ട് ഒട്ടിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഹാങ്ങിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഐപ്പിന് ഇതുപോലെ ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ ചരിച്ച് വെച്ച് കൊടുക്കുക. എന്നിട്ടത് നന്നായിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കണം. നേരത്തെ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലോട്ടസിലോട്ട് നമ്മൾ ഈ കുങ്കുരു എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. അതുപോലെ തന്നെ ഐപ്പിൻ എല്ലാം വെച്ച് കൊടുത്ത ശേഷം നെക്സ്റ്റ് ചെയ്യേണ്ടത് ഗിയർ വയർ എടുത്തിട്ട് നമ്മുടെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് എടുത്ത ശേഷം അതിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ സെൻറ്റർ പോർഷനിൽ ഈ ഒരു ലോട്ടസ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലോട്ടസ് ഇട്ട ശേഷം സപ്പോർട്ടർ ബീഡാണ് ഇടേണ്ടത്. ഈ സപ്പോർട്ടർ ബീഡ് ഇടുക. അത് കഴിഞ്ഞിട്ട് ഗിയർ ലോക്ക് ഇടണം. ഗിയർ ലോക്ക് ഇട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ നേരത്തെ ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ലീഫ് ഉണ്ടല്ലോ, ആ ലീഫിന് ഇടും മുന്നേ തന്നെ ഗിയർ ലോക്ക് ഞാൻ ഫസ്റ്റ് ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് സപ്പോർട്ടർ ബീഡ് ഇടുന്നത്, പിന്നെയാണ് നമ്മൾ ആ ഒരു ലീഫ് ഇടുന്നത് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്തെ വശത്തും അതുപോലെ ചെയ്ത് കൊടുക്കുക കേട്ടോ. നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, ആ ഒരു കൊളുത്തിടാണ്. കൊളുത്ത് കയറ്റിയ ശേഷം ആ ഗിയർ ലോക്കും ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെ വലിച്ചെടുത്ത ശേഷമാണ് കേട്ടോ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. ഗിയർ ലോക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പോകത്തില്ല. അതുപോലെ തന്നെ ഈ ഫിഷ് ലോക്കും ഇപ്പുറത്തെ സൈഡിൽ ഇട്ട് കൊടുക്കുക. നമ്മൾ അടുത്ത് ചെയ്യാൻ പോകുന്നത് കമ്മലാണ്. ഞാൻ ഓൾറെഡി താമരയായിട്ട് അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുങ്കുരുവും കൂടെ അതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ബാക്ക് സൈഡിൽ നമ്മൾ കുങ്കുരു ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, നന്നായിട്ട് ഹാങ്ങിങ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കമ്മലിൻ്റെ ആ ഒരു സാധനത്തിൻ്റെ പേര് എനിക്കറിയത്തില്ല, അത് വെച്ച് കൊടുത്തു കേട്ടോ. അങ്ങനെ 2 കമ്മലും സെറ്റായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. ഇതാണ് നമ്മുടെ ചെയിന്, അതുപോലെ തന്നെ നമ്മുടെ കമ്മലും ഇതുമാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ യൂസ്ഫുൾ ആയാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.